ബുദ്ധവിഹാരമായ ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഹിന്ദുക്കളാണെന്നും ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും കിട്ടുമെന്നും സുന്നി യുവജന സംഘം നേതാവ് ഡോക്ടർ എ.പി. അബ്ദുൽ ഹക്കീം അസരി. ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളാണ് ക്ഷേത്രങ്ങളായി മാറിയത്. പിടിയില്ലാത്ത അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നുവെന്നും മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ് എന്നൊക്കെ പറഞ്ഞു വരാം. അതുകൊണ്ടാണ് നിലവിലുള്ള ഒരു ആരാധനാലയത്തിന്റെയും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് 91 പാർലമെന്റ് നിയമം പാസാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്യാൻവാബി മസ്ജിദിന്റെ സ്വഭാവം മാറ്റാൻ കോടതിക്കാവില്ല എന്നും അബ്ദുൽ ഹക്കീം അസരി പറഞ്ഞു. ഇവിടെ 1991 ഉണ്ടാക്കിയ ആരാധനാലയങ്ങളുടെ കുറിച്ചുള്ള പ്രത്യേകമായ ആക്ട് അനുസരിച്ച് 1947 ശേഷമുള്ള ഒരാരാധനാലയത്തിന്റെയും സ്വഭാവം മാറ്റാൻ പാടില്ല. ഗുരുവായൂര് അല്ലെങ്കിൽ ശബരിമല ഇന്ന് ഹിന്ദുക്കളാണ് ഉപയോഗിക്കുന്നത്. അത് ബുദ്ധവിഹാരമാണ്. ധർമ്മശാല, ധർമ്മടം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ പരിശോധിച്ചാൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാ കേന്ദ്രങ്ങളാണ് പിന്നീട് അമ്പലങ്ങളായി മാറിയത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയോ അമ്മിക്കുട്ടിയോ അല്ലെങ്കിൽ കലം ചട്ടി പാത്രങ്ങളോ അരിവാളോ അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ച പലതരത്തിലുള്ള ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ കിട്ടും. ചിലതൊക്കെ കാണുമ്പോൾ ചിലർ ആരാധിക്കുന്ന വസ്തുക്കളെ പോലെ തോന്നും. ഒരു ഉദാഹരണത്തിന്, ഒരു പിടിയില്ലാത്ത അരിവാള് കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു, ഇത് മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്, അതിന്റെ മുകളിൽ വെക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധിക്കും എന്നതുകൊണ്ടാണ് നിലവിലുള്ള ഒരാരാധനാലയവും 1947 അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പാടില്ല എന്ന് 1991 ഒരു നിയമം കൊണ്ടുവന്നത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, ഗ്യാൻവാബി വിഷയത്തിൽ നിലനിൽക്കുന്ന വലിയ തർക്കങ്ങളും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളൊക്കെ തുടർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സന്ദർഭത്തിൽ കൂടിയായിരുന്നു ശബരിമല അടക്കം ഉദാഹരണമായി പറഞ്ഞുകൊണ്ടുള്ള അബ്ദുൽ ഹക്കീം അസരിയുടെ പ്രസ്താവന. തീർച്ചയായും മർക്കസ് നോളജ് സിറ്റിയിലെ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് അദ്ദേഹം ഈ വിഷയം പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ബാബറി മസ്ജിദിന്റെ സ്ഥാനത്ത് അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചതിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗ്യാൻവാപി ക്ഷേത്രത്തിൽ ഹിന്ദു വിഭാഗത്തിന് ആരാധന നടത്താനുള്ള അവസരം ഒരുക്കി ജില്ലാ കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് 1947 സ്ഥിതി നിലനിർത്തണമെന്ന കോടതി അതുമായി ബന്ധപ്പെട്ട പാർലമെന്റ് നിയമനിർമ്മാണം നടത്തിയിരുന്നു 1991. അത്തരമൊരു വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ആരാധനാലയം ഇതര വിഭാഗത്തിന് സ്വന്തമാക്കാൻ കഴിയില്ല, അത്തരമൊരു ഉത്തരവിറക്കാൻ കോടതിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതിന് ഉദാഹരണമായി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ശബരിമല ഇന്ന് ഹിന്ദുക്കൾ ഉപയോഗിക്കുന്നുവെങ്കിലും അതൊരു ബുദ്ധവിഹാരമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ധർമ്മശാല, ധർമ്മടം ഉൾപ്പെടെ ഒരുപാട് സ്ഥലങ്ങളിൽ ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ആരാധനാലയങ്ങളായിരുന്നു. അവയുടെ ഭൂമി ഇളക്കി പരിശോധിച്ചാൽ അവിടെ അമ്മിയും അമ്മിക്കുട്ടിയും കലവും ചട്ടിയും പാത്രങ്ങളും അരിവാളും പഴയ ഉപകരണങ്ങളും പഴയ ആയുധങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ കിട്ടും. പക്ഷേ അതിൽ ഒരു അരിവാൾ കിട്ടിയാൽ അതൊരു ചന്ദ്രക്കലയായിരുന്നു, മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വന്നാൽ അത് നിയമത്തിന് വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ ഗ്യാൻവാബി പള്ളിയുമായി ബന്ധപ്പെട്ട വിധിയിൽ പരക്കെ എതിർപ്പോയിരുന്നുണ്ട്. വിവിധ കോണുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാരുടെ മകൻ കൂടിയായ സുന്നി നേതാവിന്റെ ഈ പ്രതികരണം എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചയായി തന്നെ ഇത് മാറും. ശബരിമലയും ഗുരുവായൂരിനെയും ധർമ്മശാലയും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം തന്റെ വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും. അനീഷ്, ഗ്യാൻവാബിയുമായി ബന്ധപ്പെട്ട് നേരിട്ട് രാഷ്ട്രപതിയെ തന്നെ കാണാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മുസ്ലിം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ദേശീയ തലത്തിൽ വന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ വിഷയം പറഞ്ഞുകൊണ്ട് ആ രീതിയിലെ ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ്, അല്ലെങ്കിൽ ആ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രസ്താവനകളും കാന്തപുരത്തിന്റെ മകന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു?
തീർച്ചയായും നിയമപരമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെയും വൈകാരികമായ ഒരു ഇടപെടലല്ല അക്കാര്യത്തിൽ വേണ്ടതെന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ ഗ്യാൻവാപിയുടെ വാസ്തുകല ഇന്ത്യൻ ശൈലിയിലുള്ളതാണ്. അതിന് മിനാരവും താഴെക്കുടവും മിഹ്റാബും ഒക്കെ ഉണ്ട്. അത് മസ്ജിദാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഒരു കോടതിക്കും അങ്ങനെയാണ്, അതൊരു ക്ഷേത്രമാണെന്ന് പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ പള്ളിയുടെ ഉടമസ്ഥാവകാശം ഒരു കാലത്തും മാറുകയില്ല. അവിടെയാണ് ബഹുമത രീതിയുണ്ടെന്ന് ബാധിച്ച് ഒരു ജില്ലാ ജഡ്ജിയിൽ നിന്നും വിചിത്രമായ കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. അത് മേൽക്കോടതി തള്ളിക്കളയും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതും എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനൊപ്പം ചേർന്ന് തന്നെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയും കൂട്ടി വായിക്കേണ്ടത്. മുസ്ലിങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കൊപ്പം നിൽക്കാൻ ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും തയ്യാറാവണം. മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാമെന്നോ നിരാശപ്പെടുത്താമെന്നോ ആരും കരുതേണ്ടതില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ പഴയ കാലത്ത് കബയുടെയും അക്സ പള്ളിയുടെയും ചരിത്രമൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഈ മുസ്ലിം ആരാധനാലയങ്ങളായി നിലനിൽക്കുന്ന ഇടങ്ങൾ അത് അവരിലേക്ക് തന്നെ പിന്നീട് വന്നു ചേരും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിക്രമിച്ച് കയ്യേറിയ ഒരു സ്ഥലത്ത് നടത്തുന്ന ആരാധന സ്വീകാര്യമല്ല എന്നാണ് മുസ്ലിങ്ങളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം ആരാധനാലയങ്ങൾ പണിതിട്ടുള്ളത്. അത് മറ്റൊരാളുടെയും വസ്തുവകൾ കയ്യേറിയോ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ കയ്യേറിയോ അല്ല നിർമ്മിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർത്ത് തന്നെയാണ് ഈ മകന്റെയും സുന്നി നേതാവായ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയും നമ്മൾ വായിക്കേണ്ടത്. അപർണ, അനീഷ്, ഈ വിഷയത്തിൽ ജുഡീഷ്യറി ഏകപക്ഷീയമായ നിലപാടെടുക്കുന്നു എന്ന് മുസ്ലിം നേതാക്കളുടെ പ്രതികരണം വരുമ്പോൾ ഈ ദേശീയ തലത്തിൽ ആളിക്കത്തിക്കാൻ അല്ലെങ്കിൽ അതിൽ പ്രതിഷേധം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് കേരളത്തിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകുന്നു, പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നു. ആ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധം കേരളത്തിലും ശക്തമാക്കാൻ ഒരുങ്ങുന്നു എന്നുകൂടി ഇതിനകത്ത് അർത്ഥമുണ്ടോ? തീർച്ചയായും. കാരണം കൂടുതൽ ഇത്തരം ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്ക ഒരു വിഭാഗത്തിൽ വളരെ ശക്തമായി ഉയർന്നു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബാബറി മസ്ജിദിൽ പള്ളി പൊളിച്ച ശേഷം പിന്നീട് സുപ്രീം കോടതി വിധി അനുകൂലമാവുകയും അവിടെ മനോഹരമായ ഒരു ക്ഷേത്രം ഉയരുകയും അതിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഗ്യാൻവാപി പള്ളിയിലെ നിർണായകമായ കോടതി ഉത്തരവുണ്ടാവുകയും അതിന്റെ ഒരു ഭാഗത്ത് ഹിന്ദുമത വിഭാഗത്തിന് ആരാധന നടത്താൻ അനുമതി നൽകുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇനി ഷാഹി ഈദ്ഗാഹ് പള്ളി, ഈ കൃഷ്ണജന്മ ഭൂമി എന്ന പേരിൽ പ്രശസ്തമായ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മറുവശത്ത് നിൽക്കുന്നു. അതിൽ ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ കേസുകൾ നടക്കുന്നുണ്ട്. ഒപ്പം സുപ്രീം കോടതി താൽക്കാലികമായി അതിന്റെ സർവേ നടപടികളും മറ്റുമൊക്കെ നിർത്തിവച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതായത് ബാബറി മസ്ജിദ് പ്രശ്നം കഴിഞ്ഞു, അയോധ്യ രാമജന്മഭൂമി പ്രശ്നം കഴിഞ്ഞിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ അവർ ലക്ഷ്യം വെച്ചിരുന്ന അടുത്ത സ്ഥലത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിനു പിന്നാലെ കൃഷ്ണ ജന്മഭൂമിയും സ്വന്തമാക്കാൻ പോകുന്നു. ഇത്തരത്തിലൊരു ആശങ്ക പരക്കെ ഉയർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതികരണവുമായി പല നേതാക്കളും രംഗത്തുന്നത്. കാരണം ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറും മറ്റുമൊക്കെ കടുത്ത രാഷ്ട്രീയ ഞാൻ തിരികെ എത്താം അനീഷ്. ഇപ്പോൾ